നമസ്കാരം. കരിങ്കുന്നം സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ കോട്ടിംഗ് കണ്ടോ. നമ്മളിന്ന് നോക്കുന്നത് നമ്മളൊരു സോളാർ സിസ്റ്റം പിടിപ്പിക്കുകയാണെങ്കിൽ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനകത്ത് ഉപയോഗിക്കുന്ന കേബിളുകൾ. അപ്പം നമ്മൾ എത്ര നല്ല സോളാർ പാനലുകൾ നമ്മൾ പിടിപ്പിച്ചാലും എത്ര നല്ല സിസ്റ്റം നമ്മൾ ചെയ്താലും ഈ കേബിളിന് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നാൽ, അതായത് നമ്മുടെ പാനലിൽ നിന്നും താഴേക്ക് സപ്ലൈ വരുന്നതിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയ തടസ്സം വന്നാൽ പിന്നെ നമ്മൾ ചെയ്യുന്നതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ലാത്തൊരു സാഹചര്യം വരും. അപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പം പല വീടുകളിലും നമ്മൾ കംപ്ലയിൻറ്റ് നോക്കാനൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ ഈ കേബിളുകൾ വെറുതെ ഇൻസുലേഷൻ കളഞ്ഞിട്ട് വെറുതെ അത് കൂട്ടിപ്പിരിച്ച് ഇൻസുലേഷൻ ടാപ്പ് കെട്ടി ചുറ്റി വെച്ചേക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പല വീടുകളിലും ഈ ആവശ്യത്തിനുള്ള എനർജി നമുക്ക് സോളാർ പാനലിൽ നിന്ന് നമുക്ക് വീട്ടിലേക്ക് ലഭിക്കാതെ വരികയും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ വളരെ കുറവാണെന്നുള്ള കംപ്ലയിൻറ്റ്, ഇങ്ങനെയൊക്കെ ഒരുപാട് കംപ്ലയിൻറ്റുകൾ വരുന്നതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം നമ്മൾ ഇന്ന് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് ഇതിങ്ങനെയാണ് ഇവർ പല ആളുകളും ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കേബിളുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതേപോലെ തന്നെ ഇത് ചെയ്യുന്ന മെത്തേഡ് അതും വളരെ കൃത്യമായിട്ട് ചെയ്യണം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അതേപോലെ നിങ്ങളെ ഞാനിന്ന് കാണിച്ചും തരികയാണ്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങളൊന്ന് വാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് നല്ലൊരു അറിവായിരിക്കും. നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിരിക്കാനായിട്ട് സാധിക്കും. ഏറ്റവും നല്ല കേബിളുകൾ എങ്ങനെ നമുക്ക് തിരഞ്ഞെടുക്കാം എന്നുള്ളത്, എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതും അതേപോലെ തന്നെ ഈ കേബിളുകൾ എങ്ങനെ കണക്ട് ചെയ്ത് പോകാം എന്നുള്ള കാര്യങ്ങളും ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇതിന് മുൻപുള്ള വീഡിയോകളിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള സോളാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി നിങ്ങളൊന്ന് പോയി കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമാകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് നമ്മുടെ DC കേബിളും അതേപോലെ നമ്മുടെ വീടുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന AC കേബിളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ വീടിന് ഉപയോഗിക്കുന്ന AC കേബിളുകൾ എന്തുകൊണ്ട് നമുക്ക് ഈ സോളാറിൻ്റെ അകത്ത് നമുക്ക് ഉപയോഗിച്ച് കൂടായിരുന്നു. അപ്പോൾ നമ്മളത് നോക്കുകയാണെങ്കിൽ ഇതുണ്ട്, ഇത് രണ്ട് കേബിളുകൾ ഇതാണ് കാണിച്ചത്. ഇതിപ്പം നമ്മുടെ വീടുകൾക്ക് ഉപയോഗിക്കുന്ന AC കേബിൾ, ഇത് 4 സ്ക്വയറിൻ്റെ AC കേബിളാണ്. ഇത് DC സോളാർ കേബിളാണ്. ഇത് രണ്ടും നമുക്ക് കണ്ടോ വണ്ണത്തിനകത്ത് നല്ല വ്യത്യാസമുണ്ട്. കണ്ടോ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ AC കേബിളുകൾ എന്ന് പറയുന്ന സംഭവത്തിന് ഒരൊറ്റ കോട്ടിങ് ഇതിൻ്റെ ഈ കോപ്പറിന് പുറമേ ഉണ്ടാവുള്ളൂ. നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ AC വയറിങ്ങിന് ഉപയോഗിക്കുന്ന കേബിളുകൾ. പക്ഷേ ഈ DC കേബിളിനുള്ള പ്രത്യേകത വെച്ചാൽ ഇതിന് 2 കോട്ടിങ് ഉണ്ടാകും. അതായത് ഈ UV പ്രൊട്ടക്ഷൻ അങ്ങനെയുള്ള സംഭവങ്ങൾ, അതുപോലെ വെയിലത്തും മഴയത്തും എല്ലാം ഇത് മഞ്ഞത്തും എല്ലാം ഇത് വെറുതെ പുറത്ത് കിടക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ AC കേബിളിനെ കഴിഞ്ഞും കൂടുതൽ നല്ല പ്രൊട്ടക്ഷൻ കൂടുതൽ കൊടുത്തുകൊണ്ടാണ് ഇതിൻ്റെ ഈ കേബിളിൻ്റെ ഈ കവറിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് വണ്ണം കൂടുതൽ, 4 സ്ക്വയർ തന്നെയാണല്ലോ ഇതിന് വണ്ണം കൂടുതൽ വരുന്നതിൻ്റെ ഒരു കാര്യം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇതിനുള്ളിലുള്ള ഈ കമ്പി നോക്കുകയാണെങ്കിൽ, കോപ്പർ നോക്കുകയാണെങ്കിൽ ഇത് സാധാരണ AC കേബിളാണെങ്കിൽ അത് വെറുതെ കോപ്പറായിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷേ ഇതിന് ടിൻഡ് കോപ്പർ എന്ന് പറയുന്നത്, അതായത് ഇത് കോട്ടിംഗ് ഉള്ളതാണ്. ഇതിൽ അങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇത് കൊറോഷൻ സംഭവിക്കുകയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇത് പുറത്ത് നമ്മൾ മഴയും വെയിലും കൊണ്ട് കിടക്കുമ്പോൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഇത് അലുമിനിയം ആണെന്ന് തോന്നും. പക്ഷേ ഇത് അലുമിനിയം അല്ല, കോപ്പർ തന്നെയാണ്. ഇത് ടിൻഡ് കോപ്പറാണിത്. പക്ഷേ ഇതിനകത്ത് അലുമിനിയം കേബിളുകളും വരുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അത് കാണിച്ചു തരാം. അത് ചെക്ക് ചെയ്ത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അലുമിനിയം ആണോ കോപ്പറാണോ ടിൻഡാണെന്നൊക്കെ നമ്മൾ അറിയുന്നത് എങ്ങനെയാണെന്നുള്ളത്, ശരിക്കുമുള്ള കോപ്പറാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗങ്ങളും ഞാൻ നിങ്ങളെ ഇപ്പോൾ തന്നെ ഇത് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പം അതിനകത്ത് 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു TV അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ, അതിനകത്ത് ഒരു ചിപ്പിന് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നു ചില സമയങ്ങളിൽ, ഇപ്പോൾ ഒരു മാസത്തിൽ ഒന്നേ ഉള്ളെങ്കിൽ പോലും ഏതെങ്കിലും ഒരു സമയത്ത് അതിനകത്ത് ഏതെങ്കിലും ഒരു ചിപ്പിന് ഒരു ചെറിയൊരു ഹീറ്റിംഗ് ഇഷ്യൂ എന്തെങ്കിലും വന്നതിന് ശേഷം അത് മൊത്തത്തിൽ ആ സിസ്റ്റത്തിന് ഷട്ട് ഡൗൺ ആക്കി കളയുകയാണെന്ന് വിചാരിക്കുക. നമുക്ക് ആ മൊബൈൽ ഫോണിന് അതൊരു പ്രധാന മേജർ കംപ്ലയിൻ്റ് ആയിട്ട് കിടക്കും. ആ മൊബൈൽ ഫോൺ മോഡലുകൾ ആയിരക്കണക്കിന് വിറ്റിട്ടുണ്ടെങ്കിൽ ആ ആയിരക്കണക്കിന് മോഡലിനെയും അത് ബാധിക്കും. അപ്പോൾ നമുക്ക് അതിനകത്ത് എത്ര നല്ല സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേയോ അതും അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സറോ ഒക്കെയുള്ള മൊബൈൽ, അല്ലെങ്കിൽ സോണിയുടെ ക്യാമറയോ ഒക്കെയുള്ള മൊബൈലായിരിക്കും ചിലപ്പം. പക്ഷേ അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ല. ഈ ഒരൊറ്റ കംപ്ലയിൻ്റ് കൊണ്ട്, ഒരൊറ്റ കമ്പോണൻസ് കൊണ്ട് നമുക്ക് ആ മൊബൈൽ പൂർണ്ണമായിട്ട് നമുക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ആ മൊബൈലിൻ്റെ ആ മോഡലിന് തന്നെ അതൊരു വലിയൊരു ചിത്തപ്പേരായിട്ട് മാറാനായിട്ട് ഇടവരുത്തും. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളൊരു സോളാറിൻ്റെ ഒരു സിസ്റ്റം ചെയ്യുമ്പം അതിനകത്ത് ഈ കേബിളിനകത്ത് ഒരു ചെറിയ കംപ്ലയിൻറ്റ് വന്നാൽ മൊത്തം സിസ്റ്റം ഡൗൺ ആയി പോകും. എന്ന് പറഞ്ഞാൽ ആ മൊത്തം സിസ്റ്റം കൊണ്ട് നമുക്ക് യാതൊരുവിധ പ്രയോജനമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഒരു പാനൽ മുതൽ എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതിനോടൊപ്പം തന്നെ ഈ കേബിളും നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പല സ്ഥലങ്ങളിലും ഞാൻ ചെല്ലുമ്പോൾ ഇതിനകത്ത് ഒത്തിരി ഡിഫക്റ്റുകളും പ്രശ്നങ്ങളും കണ്ടതുകൊണ്ടാണ് ഈ കേബിളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഞാനിങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്നുള്ളത്, നമ്മൾ പുതിയ കേബിൾ ഇടുന്ന സമയത്താണെങ്കിലും പഴയതാണെങ്കിലും നമുക്കതിൻ്റെ ക്വാളിറ്റി എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യാന്നുള്ളത് ഞാൻ കുറേ രീതികളിൽ ചെക്ക് ചെയ്തിട്ടാണ് എല്ലാ സാധനങ്ങളും ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചെക്ക് ചെയ്യുന്ന ആ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ കേബിളിനെ എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാമെന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം.
ഇതുണ്ട്. ഇപ്പം ഞാനിവിടെ 4 കേബിളുകൾ എടുത്തിട്ടുണ്ട്. ഈ 4 ഈ ഒന്നാമത്തേത് ഇത് AC കേബിളാണ്. കണ്ടോ, ഇത് ശരിക്കും കോപ്പറായിട്ട് തന്നെ ഇരിക്കും. എൻ്റെ ഇവിടെ നോക്കിയത് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ, ഇത് കോപ്പറായിട്ട് തന്നെ ഇരിക്കും. ഇത് AC കേബിളാണ്, അതായത് 4 സ്ക്വയറിൻ്റെ തന്നെയാണ് ഇത് 4 കേട്ടോ. ഇത് AC കേബിളാണ്. ഇത് നമ്മളുടെ സോളാർ DC കേബിളാണ്. ഇതുണ്ട്, ഇതിനകത്തൊരു കോട്ടിങ്ങും കൂടെ വരുന്നുണ്ട്. ഇതുണ്ടോ, റെഡ് കളറിൽ. ഈ പുറത്തൊരു കവറിങ് ഉണ്ടാവും, അതിന് പുറമെ ഇതിനുള്ളിൽ ഒരു കോട്ടിങ് കൂടെ ഉണ്ടാവും. അതിനകത്തായിരിക്കും ഇതിൻ്റെ കോപ്പർ വരുന്നത്. ഇത് 3 ഇതുണ്ട്. AC നമുക്കങ്ങ് മാറ്റി വെക്കാം. ഓക്കെ, ബാക്കി പോയിട്ട് ഇത് 3 നമുക്ക് DC സോളാർ കേബിളുകളാണ് കേട്ടോ. ഇത് 3 ഇതിനകത്ത് ഈ 3 കേബിളുകളിൽ ഇതുണ്ട്. ഇത് കുറച്ച് ഓൾഡ് ആയിട്ടുള്ളൊരു കേബിളാണ്. അതുകൊണ്ടാണ് ഇതിന് കുറച്ചും കൂടി ഇതിനെ കഴിഞ്ഞ് ശകലവും കൂടെ വലിപ്പം കൊള്ളുള്ളത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇത് ക്വാളിറ്റി ഉള്ളതാണ്, നല്ല. ഇത് പഴയ കേബിളിൻ്റെ ഇരിക്കുന്നത്, നല്ല ക്വാളിറ്റി ഉള്ളത്. ഇതൊരു കുറച്ച് വർഷം പഴക്കമുള്ളതാണ്, പക്ഷേ അത് നല്ല ക്വാളിറ്റി. ഞാൻ നേരത്തെ ഉപയോഗിച്ചതിൻ്റെ ബാലൻസ് കിടക്കുന്നു കേട്ടോ. ഇതുണ്ട്. ഇത് ഇപ്പം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന 2 കേബിളുകളിൽ 2 കമ്പനികളുടെ കേബിളായത്. ഇതിനകത്ത് കണ്ടു കഴിഞ്ഞ് രണ്ടും ഒരേപോലെ ഇരിക്കും. കണ്ടോ, ഒരു വ്യത്യാസവും ഇല്ല. ഇതിനകത്ത് തന്നെ അലുമിനിയം, ഇതിനകത്ത് ഈ സംഭവം ഉണ്ടല്ലോ, ഇതിനകത്ത് വരുന്ന കമ്പി, ഇത് അലുമിനിയം കമ്പി വരുന്നതും കോപ്പർ കമ്പി വരുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഇതെല്ലാം അലുമിനിയം ആണെന്ന് തോന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഇത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു കേബിൾ നമുക്ക് കിട്ടുവാണെങ്കിൽ ഇതിനകത്ത് നമ്മളിത് ആദ്യമായിട്ട് തന്നെ നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ ഇത് കോപ്പർ ആണോ എന്നുള്ളത് നമ്മളൊന്ന് ഉറപ്പ് വരുത്തണം. അതിനോട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സംഭവം ഒരു ചെറിയൊരു പേനക്കത്തി പോലെ സംഭവം എടുത്തിട്ട് ഇതൊന്ന് ശരിക്കും കളയുവാണെങ്കിൽ, ഇതുകൊണ്ട് ഇതിനകത്ത് ശരിക്കും ഇതിങ്ങനെ കളഞ്ഞാൽ നല്ല ഫസ്റ്റായിട്ട് തന്നെ, നല്ല അടിപൊളിയായിട്ട് തന്നെ ഇതിനകത്ത് ഈ കോപ്പറായിട്ട് തന്നെ ഇതുണ്ടോ, കോപ്പർ കളർ കണ്ടോ, കോപ്പർ തെളിഞ്ഞ് വരും. അപ്പോൾ ഇങ്ങനെ കോപ്പർ തെളിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ ഇത് കോപ്പർ. ഇതിങ്ങനെ എന്തായാലും ചിരണ്ടിയാലും ഇങ്ങനെ ചുരണ്ടി കളഞ്ഞാലും ഇത് കോപ്പർ തെളിയല ചില കമ്പികളിൽ. അതാകുമ്പോൾ ചിലപ്പോൾ അലുമിനിയം ആകാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഭവം ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കോപ്പർ ഉണ്ടോ എന്നുള്ളതൊന്ന് നമ്മൾ ഏത് കേബിളാണെങ്കിലും നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. അത് ഫസ്റ്റിൽ നമ്മളൊന്ന് നോക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇത് കോപ്പർ ആണോ അല്ലയോ നമുക്കിത് ഏകദേശം കുറച്ചുകൂടി ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇതുണ്ട്. ഇതിൽ നല്ല കോപ്പർ ആണെങ്കിൽ ഞാനിത് കാണിച്ചു തരാം. ഇത് നല്ല കോപ്പർ ആണെങ്കിൽ ഇതുണ്ട്, ഇതിൽ നല്ല ഫസ്റ്റായിട്ട് സോൾഡർ പിടിക്കും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ഫസ്റ്റായിട്ട് സോൾഡർ പിടിക്കും ഇതിൽ. അതുകൊണ്ട് എന്തോരം വേണം സോൾഡർ പിടിക്കും. ഇതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് പിടിക്കും. കണ്ടോ, നല്ല ഫസ്റ്റായിട്ട് പിടിക്കും. പക്ഷേ മറ്റേ അലൂമിനിയം ആണെങ്കിൽ നമുക്കിതുപോലെ സോൾഡർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഈ സോൾഡർ നല്ല ഭംഗിയായിട്ട് പിടിക്കണമെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇത് പക്ക കോപ്പറാന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഇതുപോലെ സോൾഡർ പിടിക്കുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കോപ്പറാന്നുള്ളത് ഉറപ്പ് വരുത്താം. അപ്പോൾ ഇതിനകത്ത് ഈ ടിൻഡ് കേബിളാണിത്. ടിൻഡ് കേബിൾ ആയതുകൊണ്ടാണ് ഇതിൽ ഈസി ആയിട്ട് നമുക്ക് മറ്റേ സാറിന് ഇതിനെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ലെഡ് പിടിക്കുന്നതിൻ്റെ വേറൊരു കാര്യം. അപ്പോൾ നമുക്ക് പിന്നെ അടുത്ത് നമുക്ക് വരുന്നൊരു സംഭവം, ഇതിൻ്റെ ഈ കോട്ടിംഗ് ഉണ്ടല്ലോ, ഈ കോട്ടിങ്ങിനകത്ത് ക്വാളിറ്റി കുറവ് പലപ്പോഴും കാണിക്കാറുണ്ട്. അപ്പോൾ ഈ കോട്ടിങ്ങിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പിന്നെ അടുത്തായിട്ട് നമുക്ക് നോക്കാനായിട്ടുള്ളത് ഇതിൻ്റെ ഈ പുറത്തുള്ള ഈ കോട്ടിംഗ് ആണ്. അതായത് ഇതിൻ്റെ ഇൻസുലേഷൻ കോട്ടിങ് ഈ പുറത്തുള്ളത്. ഇതിനകത്ത് പലതും വളരെ ക്വാളിറ്റി കുറഞ്ഞ സംഭവങ്ങൾ കാണുന്നുണ്ട് പലതിനകത്ത്. ഇതിപ്പോൾ ഈ 2 എണ്ണം അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ്. എന്നാലും ഞാനൊന്ന് കാണിച്ചില്ല നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇതിനകത്ത് ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നുണ്ടല്ലോ, ഇതിന് ഇത്തിരി ക്വാളിറ്റി കുറവും. ഇതിപ്പുറത്തെ കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ 2 ചെക്ക് ചെയ്ത് കാണിച്ചിട്ട്, ഇപ്പോൾ ഇതുപോലെ ലൈറ്റർ വെച്ചിട്ട് ഇതിപ്പോൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ നോക്കിയോട്ടോ, കാണിച്ചു തരാം. നല്ല ഹീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ കോട്ടിങ് കണ്ടോ, ഇതിങ്ങനെ ഇതായിപ്പോയി, മെൽറ്റായിപ്പോയി, കണ്ടവാനങ്ങോട്ട് ദിവസമായിപ്പോയി. ഇത് മറ്റേ ഇത് ക്വാളിറ്റി കൂടിയതിൻ്റെ സംഭവം ഞാൻ ഇത് കാണിച്ചിരുന്നു. ഇതിൻ്റെ ഇപ്പുറത്തിരിക്കുന്നത് ആയിക്കോട്ടോ.
ഇതിപ്പോൾ ഇതിൻ്റെ ഈ താഴെ ഇവിടെ വരെ ഹീറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ കൈ ഇവിടെ പിടിച്ചാൽ നല്ല ഹീറ്റ്, അത്രയും ഹീറ്റ് അറിയാം. പക്ഷെ എന്നാലും ഇതിൻ്റെ ഈ കോട്ടിംഗ് ഉണ്ട്, ഇത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ആയിരിക്കും. ഇത് പോകത്തില്ല അങ്ങനെ ഇതിനകത്തുള്ള വൈറ്റ് കളറുള്ള ഈ സംഭവം. ഇത് ചിലതിന് റെഡ് ആയിരിക്കും, ചിലത് വൈറ്റ് ആയിരിക്കും, അത് പ്രശ്നമൊന്നുമില്ല, ഏതായാലും കുഴപ്പമില്ല. പക്ഷേ ഈ കോട്ടിങ് നമുക്ക് പെട്ടെന്ന് പോവരുത്, അതായത് ഹീറ്റ് ചെല്ലുമ്പം പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇതുണ്ടോ, ഇതുപോലെ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ക്വാളിറ്റി കുറഞ്ഞു. അപ്പം ഇത് രണ്ടും അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള കമ്പനികളുടെ തന്നെ കേബിളുകളാണ് ഇത് രണ്ടെണ്ണവും. പക്ഷേ ഇതിനകത്ത് ക്വാളിറ്റിയിൽ ഒരല്പം കുറവുണ്ട്. പക്ഷേ ഇത് കോപ്പറൊക്കെ തന്നെയാണ്, എൻ്റെ ഈ കമ്പിയൊക്കെ കോപ്പറൊക്കെ തന്നെയാണ്. പക്ഷേ ഈ കോട്ടിങ്ങിലാണ് ഇതിന് ക്വാളിറ്റി കുറഞ്ഞത്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ കോട്ടിങ്ങിനകത്ത് ഇങ്ങനെ ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഈ കോപ്പറിൻ്റെ ക്വാളിറ്റിയിലും ഇവർ കുറവ് വരുത്തിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ അങ്ങ് അനുമാനിച്ചുകൊണ്ടാൽ മതി. കാരണം ഒരിടത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും അവർ അതേപോലെ തന്നെ കുറവ് വരുത്താനായിട്ടുള്ള ഒരു സാധ്യത ഇതിനകത്ത് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ള സംഭവമാണ് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അതിനകത്ത് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം. പിന്നെ അതേപോലെ തന്നെ ഈ MC4 കണക്ടർ ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഇത് എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് ഇതിൻ്റെ വീഡിയോസ് ചെയ്തു തരാം കേട്ടോ. ഇത് എങ്ങനെ ഇത് MC4 ഈ കണക്ടർ വെച്ചിട്ട് നമ്മളിത് ഇതിനകത്തേക്ക് പിടിപ്പിക്കുന്ന എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ കാണിച്ചു തരണമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ഞാൻ ചെയ്തു തരാം. അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കേബിൾ ചെക്ക് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ക്വാളിറ്റി എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്തായിട്ട് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ കേബിളുകൾ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഇത് തമ്മിൽ കൂട്ടി പിരിക്കുകയും ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് ചുറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാതുകൊണ്ട് എപ്പോഴും നമ്മളിതാ ഇതേപോലെയുള്ള ഇത് MC4 ആണ്. ഇതാണ് ഇതെല്ലാ കടകളിലും നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടുന്നതാണ് MC4 കണക്ടർ എന്ന് പറയും. ഇതിങ്ങനെ നമുക്ക് ജോയിൻറ്റ് ചെയ്യാനായിട്ട് കേബിൾ ജോയിൻ ചെയ്യാൻ വേണ്ടി, അതായത് സോളാറിൻ്റെ കേബിളുകളെ ജോയിൻ ചെയ്യാൻ വേണ്ടി സ്പെഷ്യലായിട്ട് വരുന്ന ഒരു സ്പെഷ്യൽ കണക്ടറാണ്. ഇത്തരം കണക്ടറുകൾ തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും ഉപയോഗിക്കണം. എത്ര സ്ഥലത്ത് നമ്മൾ കണക്ട് ചെയ്യേണ്ടതായിട്ട് വന്നാലും ഇത്തരത്തിലുള്ള കണക്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇതിങ്ങനത്തേത് നമ്മൾ കണക്ട് ചെയ്താൽ മാത്രം പോരാ, ഇതിനുള്ളിലുള്ള ഈ കണക്ഷൻ നമ്മൾ കൊടുക്കുമ്പോൾ ഇതേപോലെയുള്ള ഈ MC4 കണക്ടറിൻ്റെ ഒറിജിനൽ ഇതേപോലെയുള്ള സംഭവം തന്നെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെപ്പോഴും ഇത് കണക്ട് ചെയ്യാനായിട്ട് ഈ ഒരു ടൂൾ തന്നെ നമ്മൾ ഉപയോഗിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സോൾഡർ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഇതിനുള്ളിലുള്ള വയർ, അതായത് ഇതിലേക്ക് വയർ കണക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് സോൾഡർ ചെയ്ത് വേണമെങ്കിൽ പിടിപ്പിക്കാം, കുഴപ്പമില്ല. അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒറിജിനൽ കണക്ടർ തന്നെ ഉപയോഗിക്കണം. പലപ്പോഴും അനുസരിച്ചാൽ ചിലർ ഈ പ്ലെയറൊക്കെ വെച്ചിട്ട് അടുപ്പിച്ച് വെക്കും, ഇങ്ങനെ ഞെക്കി അടുപ്പിച്ച് വെക്കും. അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കംപ്ലൈൻ്റ് ആവും. ഒത്തിരി സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് പ്ലെയർ കൊണ്ട് ഞെക്കി അടുപ്പിച്ച് വെക്കുകയും അതേപോലെ തന്നെ ഈ ഇടിച്ച് ചേർത്ത് വെക്കുകയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതെല്ലാം കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഇതേപോലെയുള്ള ഒറിജിനൽ MC4 ക്രിമ്പിങ് ടൂൾ ഉപയോഗിച്ച് തന്നെ ഒന്നെങ്കിൽ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സോൾഡറിങ് ഉപയോഗിച്ച് സോൾഡർ ചെയ്ത് നമ്മൾ കൊടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. അതിനകത്ത് പിന്നെ ഇതിനുള്ളിൽ വെള്ളമൊന്നും കയറില്ല. ഇത് വാട്ടർ പ്രൂഫ് സാധനം. അപ്പോൾ ഇതിനുള്ളിലേക്ക് നമ്മളെല്ലാം കറക്റ്റ് ചെയ്ത് ഇത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് വെള്ളം കയറുന്നില്ല. നനയുന്നോട് നമുക്ക് നല്ല മഴയത്ത് നനയുന്ന സ്ഥലത്ത് ഇട്ടാലും ഇതിനകത്ത് വെള്ളം കയറുന്നത് ഫുള്ള് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള കണക്ടറാണിത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് സോളാറിൻ്റെ കേബിൾ കണക്ഷനും കേബിളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അത്യാവശ്യം സംശയങ്ങളും കാര്യങ്ങളും മാറിക്കാണുമെന്നും ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നും ഞാൻ വിചാരിക്കുന്ന വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറ്റ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും അബദ്ധമൊന്നും പറ്റാത്തതുകൊണ്ട് നല്ല രീതിയിലുള്ള സോളാർ ഇനിയിപ്പം വരുന്ന കാലത്തേക്കെല്ലാം കൂടുതൽ ആളുകൾ സോളാറിലേക്ക് തിരിയുന്ന ഒരു സാഹചര്യം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളോടൊപ്പം നിൽക്കുക. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.